ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയും. His word is powerful. Yes. More than any word in this world. ഒരുപാട് ശബ്ദങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. വണ്ടിയുടെ ശബ്ദം, മൈക്കിന്റെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം എല്ലാ ശബ്ദങ്ങൾ പോലെയല്ല. അത് മാൻപേടകളെ പ്രസവിക്കുമാണ്. യേശുവിന്റെ കടന്നുവരവിനാൽ മനോഹരമായി. ഇപ്പോൾ ആ കാഴ്ചകൾ മനോഹരമായി. നിന്റെ ജീവിതം മനോഹരമാകാൻ, നിന്റെ ജീവിതം ബ്യൂട്ടിയാകാൻ ഈ ലോകത്തിലെ ഒരലങ്കാര വസ്തുക്കൾ കൊണ്ട് കഴിയില്ല. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരണം. കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വരണം. കർത്താവ് നിന്റെ മക്കളിലേക്ക് വരണം. യേശുവിനായി നിന്റെ ഹൃദയത്തെ നീ കൊടുക്കണം. യേശുവിനായി നിന്റെ ലൈഫിനെ നീ സമർപ്പിക്കണം. യേശുവിനെ വിളിക്കാൻ ആരും പോയില്ല, ആരെയും ആളയച്ചില്ല. ശതാധിപന്റെ ദാസന് സൗഖ്യമുണ്ടാകുവാൻ വേണ്ടി ശതാധിപന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. പക്ഷെ ഈ കേസിൽ ഇവളുടെ വീട്ടിൽ നിന്ന് വരാൻ ആരും ഇല്ല. അവള് വിഡോയാ, അവള് വിധവയാ. അവൾക്ക് ഒരൊറ്റ മോനെ ഉള്ളായിരുന്നു. ആ മോനാ ഇപ്പൊ മരിച്ചേ. ഞാനിവിടെ കണ്ടൊരു കാഴ്ച, കൃത്യസമയത്ത് യേശു അവളെ തേടി വരികയാണ്. കരയേണ്ട എന്ന് പറഞ്ഞ് യേശു അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ, ലേവ്യൻ, ആ കാറ്റഗറിയിലുള്ളവർ പലരും ശവത്തെ തൊടില്ല. യഹൂദന്മാരുടെ ഇടയിൽ ശവം അടക്കാൻ ആളുകളുണ്ട്, മഞ്ചം എടുക്കാൻ അവർക്ക് ആളുകളുണ്ട്, കൂലിക്ക് ആളുകളുണ്ട്. ഇത് ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്ന പണിയാണ്. ഒരു ബോഡി പെട്ടിക്കകത്ത് മഞ്ചത്തിനകത്ത് ഇവരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ, ആ സെക്കൻഡ് വരെ വീട്ടിൽ നിന്ന് ബോഡി എടുത്ത് ഇത് കൃത്യമായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യുന്നത് കുഴിയിലായിരിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോഡി കുഴിയിലെത്താഞ്ഞത്. പിശാച് നിന്റെ ജീവിതത്തെ അവിടെ എത്തിക്കും. നിന്റെ ജീവിതത്തെ ആ തകർച്ചയിൽ എത്തിക്കും. നിന്റെ ജീവിതത്തെ ആ ഡെസ്റ്റിനിയിൽ എത്തിക്കുമെന്ന് സാത്താൻ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ച ചിലത് ഇന്ന് പകൽ ആ ഫെയിൽ ദൈവം തകർത്ത് കളയും. 65:24 വാക്യം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും. പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും ഈ സഹോദരി യേശുവിനെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, വിളിക്കണം. അവളുടെ ഹൃദയ നുറുക്കത്തെ കണ്ട്, കരച്ചിൽ കണ്ട്, ഒരു വാക്ക് പോലും അവൾ പറയാതെ യേശു അവളെ ഹീൽ ചെയ്തെങ്കിൽ ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഈ വാഗ്ദത്തത്തെ സ്തോത്രത്തോടെ എടുക്കാം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരവരുളും. ഈ സഹോദരി ഒന്നും പറഞ്ഞില്ല കേട്ടോ. കരയാനേ അവൾക്ക് പറ്റുന്നുള്ളൂ. അവള് പൊട്ടിക്കരയുക. യേശു അവളെ കണ്ടു, മനസ്സലിഞ്ഞു. തമ്പുരാന്റെ കൈ മഞ്ചത്തെ തൊട്ടാൽ ഇത് പിന്നെ ചുമക്കുന്നവന് ചലിക്കാൻ പറ്റില്ല. നിങ്ങളാണെങ്കിൽ ഈ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു അപരിചിതൻ, ഒരു സ്ട്രെയിഞ്ചർ, പരിചയമില്ലാത്ത ഒരാള് വന്നേച്ച് മഞ്ചത്തെ കയറി, ശവപ്പെട്ടിയെ കയറി അങ്ങ് തൊട്ടു. നിങ്ങളാ ചുമക്കുന്നെങ്കിൽ, നമ്മുടെ നാട്ടുകാരാ ചുമക്കുന്ന, പറയത്തില്ലേ താങ്കളാരാ, കൈയെടുക്ക്, നിങ്ങൾ എന്തിനാ ഇത് കൊണ്ട് കൈവച്ചേ എന്ന് പറയത്തില്ലേ? പക്ഷെ മഞ്ചം ചുമക്കുന്നവൻ മിണ്ടിയില്ല. പിന്നെ ഇത് കുഴി കൊണ്ടുപോകാൻ തീരുമാനിച്ചവന് നിന്ന് കാണാം അടുത്ത രംഗങ്ങൾ, നിന്ന് കാണാം. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയും. His word is powerful. Yes. More than any word in this world. ലോകത്തിലുള്ള നമ്മൾ ഒരുപാട് ശബ്ദങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. വണ്ടിയുടെ ശബ്ദം, മൈക്കിന്റെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, വീട്ടിലുള്ളവരുടെ ശബ്ദം, ഒത്തിരി. ഒരു ദിവസം നമ്മൾ ആയിരക്കണക്കിന് സൗണ്ടുകളാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം എല്ലാ ശബ്ദങ്ങൾ പോലെയല്ല. അത് മാൻപേടകളെ പ്രസവിക്കുമാണ്. ആ ശബ്ദം അവന്റെ ആത്മാവിനെ മടക്കിക്കൊണ്ടുവന്നു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോഴാണ് ആ വാക്ക് യാഥാർത്ഥ്യമായത്. നയീം,
the city of beauty. മനോഹര പട്ടണം. യേശുവിന്റെ എൻട്രിയാൽ, യേശുവിന്റെ കടന്നുവരവിനാൽ മനോഹരമായി. ഇപ്പോൾ ആ കാഴ്ചകൾ മനോഹരമായി. നിന്റെ ജീവിതം മനോഹരമാകാൻ, നിന്റെ ജീവിതം ബ്യൂട്ടിയാകാൻ ഈ ലോകത്തിലെ ഒരലങ്കാര വസ്തുക്കളും കൊണ്ട് കഴിയില്ല. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരണം. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരണം. കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വരണം. കർത്താവ് നിന്റെ മക്കളിലേക്ക് വരണം. യേശുവിനായി നിന്റെ ഹൃദയത്തെ നീ കൊടുക്കണം. യേശുവിനായി നിന്റെ ലൈഫിനെ നീ സമർപ്പിക്കണം.